ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പഴം വിളയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടി ഒരു നേന്ത്രപ്പഴമാണ് എടുത്ത് കുറച്ച് നെയ്യുണ്ട്, കുറച്ചിതാ വെല്ലം ഉരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് അതിന് വേണ്ട സാധനങ്ങൾ. അപ്പം നമുക്ക് ഈ നേന്ത്രപ്പഴം ചെറിയതായിട്ട് മുറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറിയതായിട്ട് മുറിച്ചിടുന്നുണ്ടേ, അധികം വലിയ വണ്ണത്തിലല്ല, ചെറിയ തോതിൽ. എന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വലുതല്ല, ചെറുതാണ്. എന്നിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കണം. നെയ്യും വെല്ലവും എല്ലാം ചേർത്തിട്ടാണ് ഇത് നമ്മൾ വിളയിച്ചെടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ആക്കുന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളവും വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പഴം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക്. അപ്പം നമുക്ക് വെന്തോ നോക്കാം. നമ്മളെ പഴം വെച്ചത് ഏകദേശം വെന്തിട്ടുണ്ട്. വെള്ളം ശരിക്കും വറ്റിയില്ല, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഞാൻ വെല്ലം ഇടുക്കി വെച്ചിട്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരാണി വെല്ലം മാത്രമാണ് ഞാൻ എടുത്തത്. ഒരു നേന്ത്രപ്പഴല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഒരാണി വെല്ലം ധാരാളം. ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. അപ്പോൾ അതിൽ കിടന്ന് ആ പഴം നല്ല അടിപൊളിയായിട്ട് വരണ്ട് വരും. നല്ല അടിപൊളിയായിട്ട് വരുന്നതാണല്ലേ. അടിപൊളിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചുണ്ട് കുറച്ച്. അതിന് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം, ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. ഒരുപാട് വരുന്നുണ്ട് അവർ, ഒരുപാട് വേണ്ടെന്ന് പറയുമ്പോൾ അവർ ഒരുപാട് തന്നെ വരുന്നു. അപ്പോൾ അതും കൂടി അതിൽ കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. വാവ്, എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നറിയാം. കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ ഗൈസ് ഇതിൻ്റെ ഒരു രുചി എന്താണെന്ന്. കണ്ട, നമ്മളെ വെല്ലത്തിൻ്റെ അകത്ത് കിടന്ന് അതങ്ങനെ അടിപൊളിയായി നെയ്യിൻ്റെ രുചിയും ഏലക്കേൻ്റെ രുചിയും എല്ലാം കൂടി സൂപ്പറായിട്ടിരിക്കുന്നു. ഒന്നും കൂടി വഴന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ നമ്മൾ നേന്ത്രപ്പഴം വിളയിച്ചത്, വരട്ടിയത്, എന്ത് വേണ്ടിക്കെന്ന് പറയുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് 2 ബൗളിലാക്കിയിട്ട് മാറ്റുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വിളയിച്ചത് ഇവിടെ ഇതാ റെഡി ആയിരിക്കുന്നതാണ്.
അടിപൊളി. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ നേന്ത്രപ്പഴം വിളയിച്ചത് ഇതാ ഇവിടെ ഇതാ റെഡിയായിരിക്കുന്നു. അപ്പോൾ നമുക്കിത് കഴിക്കാം. എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ്. ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബൈ.